രാമക്ഷേത്ര നിർമ്മാണത്തിൽ പിന്നോട്ടില്ലെന്ന് വ്യക്തമാക്കി ബിജെപി അധ്യക്ഷൻ അമിത് ഷാ എവിടെ ക്ഷേത്രം ഉണ്ടായിരുന്നുവോ അവിടെ തന്നെ നിർമ്മാണം നടത്തുമെന്നും ദേശീയ കൗൺസിൽ ഉദ്ഘാടനം ചെയ്ത അമിത് ഷാ പറഞ്ഞു. भारतीय जनता पार्टी का कार्यकर्ता स्वस्थ रहे, हम संवैधानिक रूप से राम जन्मभूमि बनाने के लिए कटिबद्ध थे और आज भी है. भारतीय जनता पार्टी चाहती है कि उसी स्थान पर जल्द से जल्द भव्य राम मंदिर का निर्माण हो, उसमें कोई दुविधा नहीं. मैं आप सभी का आह्वान करना चाहता हूं, पराक्रम की पराकाष्ठा कर एक बार 19 में मोदी जी को प्रधानमंत्री बना दीजिए. दक्षिण सिर्फ छूट गया है, केरल तक भारतीय जनता पार्टी का झंडा फहराने का काम अपने जीवन काल के अंदर भी समाप्त. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി കേരളത്തിൽ മുന്നേറ്റമുണ്ടാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. വിവരങ്ങളുമായി കെ പി അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, ഇത്തരത്തിൽ രാമജന്മഭൂമി വിഷയം, റഫേൽ ഇടപാട്, ഒപ്പം കേരളത്തെയും പരാമർശിച്ചിരിക്കുന്നു അമിത് ഷാ. വിശദാംശങ്ങൾ. രഞ്ജിത്ത്, സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ ഉയർത്തിക്കാണിച്ചും പ്രതിപക്ഷത്തെ കടന്നാക്രമിച്ചും കൃത്യമായ രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കിയുമായിരുന്നു 2 ദിവസത്തെ ബിജെപി ദേശീയ കൗൺസിലിന്റെ ഉദ്ഘാടന ചടങ്ങിൽ അമിത്ഷാ പ്രസംഗിച്ചത്. രാമക്ഷേത്ര വിഷയവുമായി ബന്ധപ്പെട്ട് രാമക്ഷേത്രം നിർമ്മിക്കണം, എത്രയും വേഗം നിർമ്മിക്കണം, എവിടെയാണ് നിർമ്മിച്ചത് അവിടെ തന്നെ ക്ഷേത്രം നിർമ്മിക്കണം എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം. 2019 കേരളത്തിലടക്കം മുന്നേറ്റം നടത്തുക തന്നെ ചെയ്യും എന്നും അമിത്ഷാ പ്രസംഗത്തിൽ പറഞ്ഞു. പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ വ്യത്യാസമില്ലാതെ സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കാൻ നരേന്ദ്രമോദി സർക്കാരിനായി. ഇല്ലാത്ത അഴിമതി ആരോപണമാണ് റഫാലിൽ കോൺഗ്രസ് ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. സുപ്രീം കോടതിയെ പോലും രാഹുൽ ഗാന്ധിക്ക് വിശ്വാസമില്ലാത്ത സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. രാജ്യത്തിന്റെ കാവൽക്കാരൻ എല്ലാ കള്ളപ്പണക്കാരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും. ഇത്തരത്തിൽ വളരെ കൃത്യമായ നിലപാട് വ്യക്തമാക്കിക്കൊണ്ടും രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടും തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം. അഭിലാഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ബിജെപിയുടെ ദേശീയ കൗൺസിലുമായി ബന്ധപ്പെട്ട് ബിജെപി അധികാരത്തിൽ നിന്ന് ഇറക്കാൻ കോൺഗ്രസിന് ഒറ്റയ്ക്ക് സാധിക്കില്ലെന്ന് AK ആന്റണി. ഇതിനായി സമാന ചിന്താഗതിക്കാരുമായി എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകും. വിജയസാധ്യത മാത്രമായിരിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയത്തിന്റെ മാനദണ്ഡമെന്നും AK ആന്റണി പാർട്ടി നേതൃയോഗത്തിൽ പറഞ്ഞു. തെരഞ്ഞെടുപ്പിന് ആഴ്ചകൾക്ക് മുമ്പ് മാത്രം സ്ഥാനാർത്ഥി പ്രഖ്യാപനം. തർക്കങ്ങൾക്കൊടുവിൽ പ്രചരണം ആരംഭിക്കുമ്പോഴേക്കും എതിർ സ്ഥാനാർത്ഥി ബഹുദൂരം മുന്നിലെത്തിയിരിക്കും. ഇതാണ് കോൺഗ്രസിന്റെ പതിവ് ശൈലി. പക്ഷേ ഇത്തവണ ഈ രീതിക്ക് മാറ്റമുണ്ടാകുമെന്നാണ് AK ആന്റണിയുടെ ഉറപ്പ്. അടുത്ത മാസം തന്നെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കും. രാഹുൽ ഗാന്ധി ദേശീയ തലത്തിൽ തയ്യാറാക്കുന്ന ഈ ശൈലി മാറ്റം കേരളത്തിലും പ്രാവർത്തികമാക്കും. നേതാക്കന്മാർ കൂടിയിരുന്ന് സ്ഥാനാർത്ഥികൾ നിശ്ചയിക്കുന്ന ഒരു പതിവ് അത് ഇന്ത്യയിൽ ഇനി ഉണ്ടാകാൻ പോകുന്നില്ല. ഇന്ത്യ ഒട്ടുക്കുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുകയാണ്. മോഡിയെ തോൽപ്പിക്കാൻ കഴിയുന്നത് രാഹുൽ ഗാന്ധി നേതൃത്വത്തിൽ മാത്രമേ ഉള്ളൂ. പക്ഷേ അദ്ദേഹവും കോൺഗ്രസ് മാത്രം വിചാരിച്ച സാധ്യമല്ല. അതിനുവേണ്ടി വിട്ടുവീഴ്ചയ്ക്ക് നാം തയ്യാറാകുന്ന സമീപനമാണ്. വിജയസാധ്യത മാത്രമായിരിക്കും സ്ഥാനാർത്ഥി നിർണയത്തിനുള്ള മാനദണ്ഡമെന്നാണ് AK ആന്റണിയുടെ മുന്നറിയിപ്പ്. സമഗ്രമായ തെരഞ്ഞെടുപ്പ് ഒരുക്കത്തിലേക്കാണ് കോൺഗ്രസ് കടക്കുന്നത്. ഇതിനു മുമ്പായി ജില്ലാ മണ്ഡലം ഭാരവാഹികളുടെ യോഗം ചേർന്നു. ഓരോ മണ്ഡലങ്ങളിലെയും സാഹചര്യങ്ങൾ സംബന്ധിച്ച് ചുമതലയുള്ള നേതാക്കൾ റിപ്പോർട്ട് അവതരിപ്പിച്ചു. KPCC പുനഃസംഘടന തെരഞ്ഞെടുപ്പിന് മുമ്പ് വേണ്ടെന്നാണ് നിലവിലുള്ള ധാരണ. പകരം കൂടുതൽ അംഗങ്ങളെ ഉൾപ്പെടുത്തി വിവിധ കമ്മിറ്റികൾക്ക് രൂപം നൽകും. തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്താൻ AICC ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക് അടുത്ത ദിവസം സംസ്ഥാനത്തെത്തും. ന്യൂസ് 18 തിരുവനന്തപുരം. കോൺഗ്രസിനെ ഒഴിവാക്കി ഉത്തർപ്രദേശിൽ മഹാസഖ്യത്തിന് BSP SP അന്തിമ ധാരണ. അഖിലേഷ് യാദവും മായാവതിയും നാളെ ലക്നൌവിൽ പ്രഖ്യാപനം നടത്തും. ഇരു പാർട്ടികളും 37 സീറ്റുകൾ വീതവും RLD 2 സീറ്റിലും മത്സരിക്കും. ഹിന്ദി ഹൃദയഭൂമിയിലെ വിജയത്തിന് ശേഷം സഖ്യകക്ഷികൾക്കിടയിൽ അപ്രമാദിത്വം നേടാമെന്നും കൂടുതൽ സഖ്യങ്ങൾ ഉണ്ടാക്കുമെന്നുമുള്ള കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ പാളി. മായാവതിയും അഖിലേഷ് യാദവും നടത്തിയ മാരത്തൺ ചർച്ചകൾക്കൊടുവിലാണ് കോൺഗ്രസിനെ ഒഴിവാക്കി മഹാസഖ്യ രൂപീകരണത്തിലും സീറ്റ് വിഭജനത്തിലും അന്തിമ തീരുമാനമായത്. ലക്നൌവിൽ നാളെ നടത്തുന്ന സംയുക്ത വാർത്താ സമ്മേളനത്തിൽ സഖ്യത്തിന്റെ തുടർ നീക്കങ്ങൾ പ്രഖ്യാപിക്കും. 80 സീറ്റുകളുള്ള UPയിൽ SPയും BSPയും 37 വീതം സീറ്റുകളിൽ മത്സരിക്കും. അജിത് സിംഗിന്റെ RLDക്ക് കൈരാനയടക്കം 2 സീറ്റുകൾ നൽകും. കോൺഗ്രസിനെ സഖ്യത്തിന്റെ ഭാഗമാക്കിയില്ലെങ്കിലും സോണിയാഗാന്ധിയുടെ മണ്ഡലമായ റായ്ബറേലിയിലും രാഹുലിന്റെ മണ്ഡലമായ അമേഠിയിലും സഖ്യം സ്ഥാനാർത്ഥികളെ നിർത്തില്ല. NDAയുമായി ഇടഞ്ഞു നിൽക്കുന്ന ഓം പ്രകാശ് രാജ്ഭറിന്റെ സുഹൽദേവ് പാർട്ടിക്ക് 1 സീറ്റ് നൽകാനും അപ്നാദളിന്റെ 1 സീറ്റിൽ സ്ഥാനാർത്ഥിയെ നിർത്താതിരിക്കാനും സഖ്യം തയ്യാറായേക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മണ്ഡലമായ വാരണാസിയിൽ മഹാസഖ്യത്തിന്റെ സംയുക്ത സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാനും തീരുമാനമായിട്ടുണ്ട്. കോൺഗ്രസിനെ എഴുതിത്തള്ളേണ്ടതില്ലെന്നും ഒറ്റയ്ക്ക് മത്സരിച്ച് കരുത്ത് തെളിയിക്കുമെന്നുമാണ്
പാർട്ടിയുടെ പ്രതികരണം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 71 സീറ്റുകൾ നേടിയ ബിജെപിക്ക് മഹാസഖ്യത്തിന്റെ വരവോടെ സംസ്ഥാനത്ത് കാര്യങ്ങൾ എളുപ്പമാകില്ല. ന്യൂസ് 18 ഡൽഹി. ഒടുവിൽ രാജിവെച്ച് അലോക് വർമ്മ. CBI ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയതിന് പിന്നാലെ അലോക് വർമ്മ കേന്ദ്ര സർവീസിൽ നിന്ന് രാജിവെച്ചു. സ്വാഭാവിക നീതി നിഷേധിക്കപ്പെട്ടെന്ന് അദ്ദേഹം രാജിക്കത്തിൽ പറഞ്ഞു. അഗ്നിശമന വിഭാഗം ഡയറക്ടർ പദവി ഏറ്റെടുക്കാൻ വിസമ്മതിച്ചാണ് കത്ത് നൽകിയത്. CBIയെ തകർക്കാനുള്ള കേന്ദ്ര സർക്കാർ ശ്രമങ്ങളുടെ ക്ലൈമാക്സാണ് രാജിയെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. സുപ്രീംകോടതി വിധിയിലൂടെ CBI ഡയറക്ടർ സ്ഥാനത്ത് തിരിച്ചെത്തിയ ശേഷം പ്രധാനമന്ത്രി അധ്യക്ഷനായ സെലക്ട് കമ്മിറ്റി വീണ്ടും പുറത്താക്കിയതിൽ പ്രതിഷേധിച്ചാണ് സർവീസിൽ നിന്നുള്ള അലോക് വർമ്മയുടെ രാജി. അഗ്നിശമന വിഭാഗം ഡയറക്ടർ ജനറലായി വർമ്മയെ നിയമിക്കാനായിരുന്നു കേന്ദ്ര തീരുമാനം. എന്നാൽ ചുമതല ഏറ്റെടുക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് രാജിക്കത്തിൽ വർമ്മ വ്യക്തമാക്കി. സ്വാഭാവിക നീതി നിഷേധിക്കപ്പെട്ടു. തന്നെ നീക്കാൻ സർക്കാർ എല്ലാ നടപടിക്രമങ്ങളും കീഴ്മേൽ മറിച്ചു. CBI അന്വേഷണം നേരിടുന്നയാളുടെ പരാതി പ്രകാരമാണ് തന്നെ പുറത്താക്കിയത്. CBIയെ കൈകാര്യം ചെയ്യുന്നതിൽ ഭരണകൂടം ആത്മപരിശോധന നടത്തേണ്ട സമയമാണിതെന്നും വർമ്മ കത്തിൽ ആരോപിക്കുന്നു. റഫാൽ അഴിമതിയിൽ അന്വേഷണം ഭയക്കുന്ന സർക്കാർ CBIയെ തകർത്തരിപ്പണമാക്കിയതായും കോൺഗ്രസ് ആരോപിച്ചു. നമ്മുടെ സർക്കാരിൻ്റെ വലിയൊരു കുഴപ്പം അവർക്ക് നമ്മുടെ ജനാധിപത്യത്തിൽ 71 വർഷമായിട്ട് വളർത്തി നടത്തിയ കെട്ടിയ സ്ഥാപനങ്ങളെ വിലവെക്കാൻ അവർക്ക് അറിയുന്നില്ല. അവരതിനെ ഹോളോ ഔട്ട് ചെയ്തിട്ട് നശിപ്പിക്കുന്ന ഒരു രീതിയാണ് അവരുടെ ഭരണം. ഞങ്ങളുടെ എല്ലാം വെച്ച് വലിയ ചിന്ത ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രമല്ല, ഒരു സ്ഥാപനത്തിന് വേണ്ടിയിട്ടാണ്. അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഇടപാടിൽ സത്യം പുറത്തു വരാതിരിക്കാനാണ് കോൺഗ്രസ് വർമ്മയെ സംരക്ഷിക്കാൻ ശ്രമിച്ചതെന്നാണ് BJPയുടെ മറുപടി. जो पूर्व CBI डायरेक्टर जिनको बर्खास्त किया गया, जिसकी तबादला किया गया, उसमें आलोक वर्मा से ज्यादा रोना राहुल गांधी रो रहे हैं, कांग्रेस पार्टी रो रही है. लोगों को तो ये शक है कि क्यों राहुल गांधी कांग्रेस पार्टी इतने रोना रो रहे हैं. CBC റിപ്പോർട്ടുകളിലെ കണ്ടെത്തലുകളിൽ വർമ്മയ്ക്കെതിരെ CBI അന്വേഷണം നടത്തിയേക്കുമെന്നാണ് സൂചന. CBIയിലെ രണ്ടാമനായ രാകേഷ് അസ്താനയ്ക്കെതിരായ അഴിമതി കേസ് റദ്ദാക്കാനാകില്ലെന്ന് ഡൽഹി ഹൈക്കോടതി. ഇറച്ചി വ്യാപാരി മൊയ്തീൻ ഖുറേഷിക്ക് എതിരായ കേസിൽ നിന്ന് രക്ഷിക്കാൻ വ്യവസായി സതീഷ് ബാബു സനയിൽ നിന്ന് 5 കോടി കോഴ വാങ്ങിയെന്നാണ് കേസ്. CBI രജിസ്റ്റർ ചെയ്ത FIR റദ്ദാക്കണമെന്ന അസ്താനയുടെ ഹർജിയാണ് കോടതി തള്ളിയത്. VS സർക്കാരിന് വിമർശനം. 209 ജീവപര്യന്തം തടവുകാരെ വിട്ടയച്ച VS അച്യുതാനന്ദൻ സർക്കാരിന്റെ തീരുമാനം ഹൈക്കോടതി ഫുൾ ബെഞ്ച് റദ്ദാക്കി. KT ജയകൃഷ്ണൻ വധക്കേസ് പ്രതികൾ ഉൾപ്പെടെയുള്ളവരെയാണ് 2011 സർക്കാരിന്റെ കാലാവധി തീരുന്നതിന് തൊട്ടുമുൻപ് വിട്ടയച്ചത്. വിട്ടയച്ചവരിൽ ബഹുഭൂരിപക്ഷവും 10 വർഷം പോലും ജയിൽ പൂർത്തിയാക്കിയിട്ടില്ലെന്ന് കണ്ടെത്തിയാണ് നടപടി. കാലാവധി പൂർത്തിയാക്കാതെ പുറത്തിറങ്ങിയവരെ തിരികെ ജയിലിൽ അടയ്ക്കണമെന്നും ഹൈക്കോടതി ഉത്തരവിൽ പറയുന്നു. സംസ്ഥാന സർക്കാർ 36 ജീവപര്യന്തം തടവുകാരെ വിട്ടയക്കാൻ ഏതാനും മാസം മുൻപ് തീരുമാനമെടുത്തിരുന്നു. ഇതിനെതിരെ ഇരകളുടെ ബന്ധുക്കൾ ഹൈക്കോടതിയെ സമീപിച്ചപ്പോഴാണ് 2011 209 ജീവപര്യന്തം തടവുകാരെ വിട്ടയച്ച വിവരം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. രേഖകൾ പരിശോധിച്ചപ്പോൾ ഇവരിൽ 5 പേർ മാത്രമാണ് 14 വർഷം തടവ് പൂർത്തിയാക്കിയതെന്ന് വ്യക്തമായി. 10 വർഷത്തെ ശിക്ഷ പൂർത്തിയാക്കിയത് 100-ൽ താഴെ പ്രതികളാണെന്നും കോടതി കണ്ടെത്തി. ഇതോടെയാണ് 209 പേരെ വിട്ടയച്ച ഉത്തരവ് റദ്ദാക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചത്. ഗവർണറും സർക്കാരും 6 മാസത്തിനകം വിട്ടയച്ചവരുടെ കാര്യം പുനഃപരിശോധിക്കണം. പുറത്തിറങ്ങിയവരുടെ നിലവിലുള്ള ജീവിത രീതികളും സ്വഭാവവുമാണ് കണക്കിലെടുക്കേണ്ടതെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. 39 തടവുകാരെ വിട്ടയക്കാൻ ഇപ്പോൾ സമർപ്പിച്ച പട്ടികയ്ക്കും ഈ ഉത്തരവ് ബാധകമായിരിക്കുമെന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. N. ശ്രീനാഥ്, ന്യൂസ് 18, കൊച്ചി. തിരുവനന്തപുരം നെട്ടുകാൽത്തേരി തുറന്ന ജയിലിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട 111 പേർ കഴിഞ്ഞാൽ ഏറ്റവും അധികം തടവുകാർ വിട്ടയക്കപ്പെട്ടത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നാണ്. ഒരു വനിത ഉൾപ്പെടെ 39 പേരാണ് കണ്ണൂർ ജയിലിൽ നിന്ന് മോചിതരായത്. ഇതിൽ കൂടുതൽ പേരും ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട CPM-കാരായിരുന്നു. ശിക്ഷാകാലാവധി ഏറെക്കുറെ പൂർത്തിയായവരെയാണ് നെട്ടുകാൽത്തേരി തുറന്ന ജയിലിലേക്ക് മാറ്റുന്നത്. സർക്കാർ ഉത്തരവനുസരിച്ച് 2011 ഇവിടെ നിന്ന് 111 പേരെ മോചിപ്പിച്ചു. ജയിൽ ഉപദേശക സമിതി പട്ടിക പ്രകാരം അന്ന് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് വിട്ടയച്ചത് ഒരു വനിതയടക്കം 39 പേരെ. ഇതിൽ ഭൂരിഭാഗം പേരും ജീവപര്യന്തം തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട CPM-കാരായിരുന്നു. പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്ന് 28 പേരും ചീമേനി തുറന്ന ജയിലിൽ നിന്ന് 24-ഉം വിയ്യൂരിൽ നിന്ന് 4 പേരെയും മോചിപ്പിച്ചു. KT ജയകൃഷ്ണൻ വധക്കേസിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട അച്ചാരിപറമ്പിൽ പ്രദീപൻ ഉൾപ്പെടെയുള്ളവരും മോചിതരായി.
രാഷ്ട്രീയമായി കുറ്റം ചെയ്ത് ജയിലിൽ കിടക്കുന്ന ആളുകൾക്ക് ശിക്ഷാ ഇളവ് കൊടുത്ത് അവർ രാഷ്ട്രീയമായി സംരക്ഷിക്കുന്നതിന് വേണ്ടി നടത്തുന്നത്. വീണ്ടും ഇത് ആവർത്തിക്കുന്നു. ഇത് ചെയ്യുന്ന തെറ്റാണ്. നമ്മുടെ നിയമത്തിനോട്, ജയിൽ നിയമത്തിനോട് തെറ്റാണ്. പട്ടിക പ്രകാരം മോചിപ്പിക്കപ്പെട്ടതിൽ 14 വർഷം ശിക്ഷ അനുഭവിച്ച 5 പേരും 10 വർഷം ജയിലിൽ കിടന്ന 100 പേരുമാണ് ഉണ്ടായിരുന്നത്. ശേഷിക്കുന്നവർ 10 വർഷത്തിൽ താഴെ ശിക്ഷ മാത്രമാണ് അനുഭവിച്ചത്. വി വിനോദ്, ന്യൂസ് 18, തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് SBI ബാങ്ക് ശാഖ അടിച്ചു തകർത്തതിൽ കൂടുതൽ പ്രതികളെ തിരിച്ചറിഞ്ഞു. തിരിച്ചറിയപ്പെട്ട 5 പേരും ഇടത് യൂണിയൻ നേതാക്കളാണ്. NGO യൂണിയൻ സംസ്ഥാന നേതാക്കളായ 2 പേരെ രക്ഷിക്കാൻ ശ്രമം നടക്കുന്നതായി ആക്ഷേപമുണ്ട്. അറസ്റ്റിലായ NGO യൂണിയൻ നേതാക്കളുടെ ജാമ്യാപേക്ഷ തള്ളി. ആലപ്പാട്ടെ കരിമണൽ ഖനനം തുടരുമെന്ന് സർക്കാർ. ഇപ്പോഴത്തെ സമരങ്ങൾക്ക് പിന്നിൽ സ്വകാര്യ കരിമണൽ ലോബിയാണ് എന്നാണ് സർക്കാർ വാദം. സമരത്തിന് പിന്നിൽ ബാഹ്യ ഇടപെടൽ ഉണ്ടോ എന്ന് പരിശോധിക്കുമെന്ന് വ്യവസായ മന്ത്രി EP ജയരാജൻ പറഞ്ഞു. ആലപ്പാട്ടെ സമരത്തിന് പിന്നിൽ സ്ഥാപിത താൽപര്യങ്ങളുണ്ടെന്നാണ് സർക്കാരിന്റെ നിഗമനം. പ്രദേശവാസികളെ മുന്നിൽ നിർത്തി സ്വകാര്യ കരിമണൽ ലോബി സമരം ആസൂത്രണം ചെയ്യുകയാണെന്നും സർക്കാർ കണക്ക് കൂട്ടുന്നു. ഗവൺമെന്റിന് വ്യക്തമായ മൈനിങ് പോളിസിയുണ്ട്. പൊതുമേഖലയിൽ മാത്രമേ മൈനിങ് പാടുള്ളൂ. സ്വകാര്യ വ്യക്തികൾക്ക് മൈനിങ് ഇവിടെ അംഗീകരിച്ചിട്ടില്ല. ഇവിടെ പ്രശ്നം തീരെ സംരക്ഷിക്കണം. കര സംരക്ഷിക്കുകയും വേണം, പൊതുമേഖലയിലെ മിനറൽ സെപ്പറേഷൻ നടക്കുകയും വേണം. ഇത് രണ്ടും നടക്കും. ഖനനം നിർത്തില്ലെന്നും സമരത്തിന് പിന്നിൽ ബാഹ്യ ഇടപെടലുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും വ്യവസായ മന്ത്രി EP ജയരാജൻ. കരിമണൽ വന്നുകൊണ്ടൊന്നും ഒന്നും നശിക്കാൻ പോകുന്നില്ല. വിശദമായിട്ട് അത് പരിശോധിക്കേണ്ടതുണ്ട്. അല്ല, അത് എന്താണ് ഡിമാൻഡ്സ് എന്നുള്ള കാര്യങ്ങൾ പരിശോധിച്ച് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാകാത്ത വിധം കാര്യങ്ങൾ പരിഹരിക്കും. ആലപ്പാട്ട് തീരത്ത് അശാസ്ത്രീയ ഖനനം നടക്കുന്നുണ്ടെങ്കിൽ അത് തടയും. എന്നാൽ സ്വകാര്യ ലോബിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടെന്നാണ് സർക്കാർ തീരുമാനം. ന്യൂസ് 18 തിരുവനന്തപുരം. പ്രളയ പുനർനിർമ്മാണത്തിൽ സർക്കാർ സമ്പൂർണ്ണ പരാജയമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. പുനരധിവാസം എവിടെയും എത്തിയിട്ടില്ല. UDF ഭരിക്കുന്ന പഞ്ചായത്തുകളെ സഹായത്തിൽ നിന്ന് ബോധപൂർവം ഒഴിവാക്കുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. പുതിയ കേരളം നിർമ്മിക്കാൻ ഒരു കല്ല് പോലും ഇടാൻ ഇതുവരെ ഗവൺമെന്റ് സാധിച്ചിട്ടില്ല. താൽക്കാലിക ആശ്വാസം നൽകിയെങ്കിലും അവരുടെ പുനരധിവാസം പൂർത്തിയാക്കാനോ അതിൻ്റെ നടപടികൾ സ്വീകരിക്കാനോ സർക്കാരിന് സാധിച്ചിട്ടില്ല. സർക്കാർ ജപ്തി നോട്ടീസുകൾ അയച്ചുകൊണ്ടിരിക്കുകയാണ്. സഹകരണ ബാങ്കിൽ നിന്നെടുത്ത കടത്തിന് ഇതുവരെ മൊറട്ടോറിയവും ഇല്ല, ഒന്നുമില്ല. അത് ഇപ്പോഴും ബാങ്കുകൾ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ് തിരിച്ചടയ്ക്കാൻ വേണ്ടി. സംസ്ഥാനത്ത് 1% പ്രളയ സെസ് ഏർപ്പെടുത്താനുള്ള തീരുമാനത്തിനെതിരെ വ്യാപാരികൾ രംഗത്ത്. പ്രളയ സെസ് അവശ്യ സാധനങ്ങളുടെ വില വർധനവിന് കാരണമാകുമെന്നും വ്യാപാര മേഖലയ്ക്ക് തിരിച്ചടിയാകുമെന്നുമാണ് വ്യാപാരികളുടെ നിലപാട്. സർക്കാർ പിന്മാറണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും ധനമന്ത്രിക്കും കത്തയച്ചതായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് T നസറുദ്ദീൻ പറഞ്ഞു. ചരക്കു സേവന നികുതിക്കുമേൽ 1% പ്രളയ സെസ് ഏർപ്പെടുത്താൻ കഴിഞ്ഞ ദിവസമാണ് GST കൌൺസിൽ സംസ്ഥാന സർക്കാരിന് അനുമതി നൽകിയത്. ഇതിനെതിരെയാണ് വ്യാപാരികൾ രംഗത്തെത്തിയത്. 1% സെസ് ഏർപ്പെടുത്തുന്നത് അവശ്യ സാധനങ്ങളുടെ വിലവർദ്ധനവിന് കാരണമാകും. വ്യാപാര മേഖലയുടെ നിലവിലെ പ്രതിസന്ധിയും വർദ്ധിപ്പിക്കും. വ്യാപാരം മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് മാറാനും ഇത് കാരണമാകുമെന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് T നസറുദ്ദീൻ പറഞ്ഞു. നിത്യോപയോഗ സാധനങ്ങൾക്കും മറ്റും വില കൂട്ടാനേ അത് ഉപകരിക്കും. അത് വ്യാപാരത്തിന് ഗുണമല്ല, ദോഷപരമായി ബാധിക്കുമെന്ന് ഞങ്ങൾ അഭിപ്രായപ്പെടുന്നുണ്ട്. അത് പുനർചിന്തനം ചെയ്യണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഹർത്താലുകളുടെ എണ്ണം കുറയ്ക്കുന്നതിലൂടെ ലഭിക്കുന്ന അധിക വ്യാപാര നികുതിയിലൂടെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ കഴിയുമെന്നാണ് വ്യാപാരികളുടെ നിലപാട്. ഹർത്താലുകളും ബന്ധുക്കളൊക്കെ ഒന്ന് നിരോധിച്ചാൽ തന്നെ മതി, 1.5 കോടിയിൽ മേലെ ലാഭം ഉണ്ടാകും. നീക്കത്തിൽ നിന്ന് പിന്മാറണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും ധനമന്ത്രിക്കും കത്തയച്ചിട്ടുണ്ടെന്നും നസറുദ്ദീൻ അറിയിച്ചു. 31-ന് ചേരുന്ന ബജറ്റ് സമ്മേളനത്തിൽ നിയമം കൊണ്ടുവരാനാണ് സംസ്ഥാന സർക്കാർ നീക്കം. ന്യൂസ് 18 കോഴിക്കോട്. റോഡ് വികസനത്തിന്റെ കാര്യത്തിൽ കേന്ദ്ര സർക്കാരിനെ പ്രശംസിച്ച മന്ത്രി G സുധാകരൻ. റോഡുകളുടെ നിർമ്മാണത്തിന് കേന്ദ്രം 1050 കോടി രൂപ നൽകി. ഇക്കാര്യത്തിൽ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ നടപടി സ്വാഗതാർഹമാണ്. ഇത്രയും തുക ലഭിക്കുന്നത് ആദ്യമായാണ്. രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും റോഡ് വികസനത്തിൽ കേന്ദ്രം സ്വീകരിച്ചത് നല്ല നിലപാടാണെന്നും സുധാകരൻ ആലപ്പുഴയിൽ പറഞ്ഞു. മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ഇന്ത്യയുടെ ചരിത്ര ദൌത്യമായ ഗഗൻയാൻ 2021 ഡിസംബറിൽ നടക്കും. മലയാളിയായ ശാസ്ത്രജ്ഞൻ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ നായർക്കാണ് ദൌത്യത്തിന്റെ ചുമതല. ചാന്ദ്ര പര്യവേഷണമായ ചാന്ദ്രയാൻ 2 ഏപ്രിൽ മധ്യത്തോടെ വിക്ഷേപിക്കുമെന്ന് ISRO ചെയർമാൻ K ശിവൻ അറിയിച്ചു. Capable of taking the challenges and we never failed. So definitely with all the teamwork we will be able to achieve the target set by.
സ്ത്രീവിരുദ്ധ പരാമർശത്തിൽ ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങളായ ഹാർദിക് പാണ്ഡ്യയ്ക്കും KL രാഹുലിനുമെതിരെ നടപടി. ഇരുവരെയും അന്വേഷണ വിധേയമായി BCCI സസ്പെൻഡ് ചെയ്തു. ഓസ്ട്രേലിയയിലുള്ള ഇരു താരങ്ങളോടും നാട്ടിലേക്ക് മടങ്ങാൻ നിർദ്ദേശിച്ചതായി BCCI ഉന്നതാധികാര സമിതി അംഗം വിനോദ് റായ് പറഞ്ഞു. ഹാർദിക് പാണ്ഡ്യയ്ക്കും KL രാഹുലിനുമെതിരായ അന്വേഷണം പൂർത്തിയാകുന്നതുവരെ സസ്പെൻഡ് ചെയ്യുന്നതിൽ പ്രശ്നമില്ലെന്ന് നിയമോപദേശം ലഭിച്ചതിന് പിന്നാലെയാണ് ഇരുവർക്കുമെതിരെ നടപടി പ്രഖ്യാപിച്ചത്. ഏകദിന പരമ്പരയ്ക്കായി ഓസ്ട്രേലിയയിലുള്ള പാണ്ഡ്യയോടും രാഹുലിനോടും നാട്ടിലേക്ക് മടങ്ങാൻ BCCI ഉന്നതാധികാര സമിതി ചെയർമാൻ വിനോദ് റായ് നിർദ്ദേശിച്ചു. 6 മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കണമെന്നാണ് BCCI ലീഗൽ സെല്ലിന്റെ നിയമോപദേശം. കോഫി വിത്ത് കരൺ എന്ന ടെലിവിഷൻ പരിപാടിയിലാണ് ഹാർദിക് പാണ്ഡ്യയും KL രാഹുലും സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയത്. രൂക്ഷ വിമർശനമുയർന്നതിന് പിന്നാലെ ഇരുവർക്കും BCCI കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. പരാമർശത്തിൽ ഖേദം പ്രകടിപ്പിച്ച് പാണ്ഡ്യ മറുപടി നൽകിയെങ്കിലും കടുത്ത നടപടി വേണമെന്ന നിലപാടിലായിരുന്നു BCCI നേതൃത്വം. ഇതിനിടെ ടീമിന്റെ പിന്തുണ താരങ്ങൾക്കില്ലെന്ന് വിരാട് കോഹ്ലിയും വ്യക്തമാക്കിയതോടെ നടപടി വേഗത്തിലാവുകയായിരുന്നു. Any inappropriate comments that are made in that scenario are something that we definitely don't support, and the two concerned players have felt what has gone wrong. ഏതു തരത്തിലുള്ള അന്വേഷണം വേണമെന്ന കാര്യത്തിൽ തീരുമാനം പിന്നീടെടുക്കും. അതിനിടെ കോഫി വിത്ത് കരൺ പരിപാടിയിലെ വിവാദ എപ്പിസോഡ് ഹോട്ട്സ്റ്റാറിൽ നിന്ന് പിൻവലിച്ചു. സ്പോർട്സ് ഡെസ്ക് ന്യൂസ് 18. സംസ്ഥാനത്തെ ഭൂരിപക്ഷം ഉപഭോക്തൃ തർക്കപരിഹാര കോടതികളുടെയും പ്രവർത്തനം നിലച്ചു. 14 ജില്ലകളിലെ ഉപഭോക്തൃ കോടതികളിൽ 4 എണ്ണം മാത്രമാണ് കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നത്. ഒഴിവുകളിൽ നിയമനം നടത്താത്തതാണ് പ്രവർത്തനത്തെ ബാധിച്ചത്. സംസ്ഥാനത്തെ 14 ഉപഭോക്തൃ തർക്കപരിഹാര കോടതികളിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് കോഴിക്കോട്, പാലക്കാട്, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലെ കോടതികൾ മാത്രം. ഒഴിവുകളിലേക്ക് നിയമനം നടത്താത്തതാണ് മറ്റ് ജില്ലകളിലെ പ്രവർത്തനം നിലയ്ക്കാൻ കാരണം. എറണാകുളം ജില്ലയിൽ മാത്രം കെട്ടിക്കിടക്കുന്നത് 2000ഓളം കേസുകളാണ്. ജില്ലാ ജഡ്ജിക്ക് തുല്യമായ യോഗ്യതയുള്ള പ്രസിഡന്റും 2 അംഗങ്ങളും അടങ്ങുന്നതാണ് സമിതി. എറണാകുളത്ത് ജില്ലാ പ്രസിഡന്റ് ഉണ്ടെങ്കിലും മറ്റ് 2 അംഗങ്ങളുടെ തസ്തിക ഒഴിഞ്ഞുകിടക്കുകയാണ്. ജില്ലാ പ്രസിഡന്റ് ഒഴികെയുള്ള 2 അംഗങ്ങളുടെ നിയമനം രാഷ്ട്രീയ അടിസ്ഥാനത്തിലാണ് നടക്കാറുള്ളത്. ഇടതുമുന്നണിയിലെ ഘടകകക്ഷികൾക്കിടയിലുള്ള തർക്കമാണ് നിയമനം വൈകാൻ കാരണമെന്നാണ് ആരോപണം. അതിലെ രാഷ്ട്രീയ താല്പര്യമാണ് പ്രധാന ഘടകമായിട്ടും, അതുകൊണ്ടാണ് ഈ കാലതാമസത്തിന് കാരണമെന്നാണ് ഞങ്ങൾ അനുമാനിക്കുന്നത്. സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം കൺസ്യൂമർ അഫയേഴ്സ് സെക്രട്ടറി, ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷൻ ചെയർമാൻ, നിയമ സെക്രട്ടറി എന്നിവരടങ്ങുന്ന സമിതിയാണ് നിയമനം നടത്തേണ്ടത്. നേരത്തെ ഉപഭോക്തൃ കോടതികളിലെ നിയമനം കൃത്യസമയത്ത് നടക്കാത്തതിന് ഹൈക്കോടതി സ്വമേധയാ കേസെടുക്കുകയും സർക്കാരിന് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. വർഷങ്ങൾ പഴക്കം ചെന്ന കേസുകൾ പോലും കെട്ടിക്കിടക്കുമ്പോഴാണ് സംസ്ഥാനത്തെ ഒട്ടുമിക്ക ഉപഭോക്തൃ കോടതികളുടെയും പ്രവർത്തനം നിശ്ചലമായിരിക്കുന്നത്. ഇതോടെ പ്രശ്നപരിഹാരത്തിന് ആരെ സമീപിക്കണമെന്ന പ്രതിസന്ധിയിലാണ് ഉപഭോക്താക്കൾ. കൊച്ചിയിൽ നിന്നും SS ശരൺ, ന്യൂസ് 18. അഴിമതിയെ തുടർന്ന് UDF സർക്കാർ പിരിച്ചുവിട്ട ജോയി തോമസ് വീണ്ടും കൺസ്യൂമർ ഫെഡ് ഭരണസമിതിയിലേക്ക്. 9 വിജിലൻസ് കേസുകളിൽ പ്രതിയായ മുൻ പ്രസിഡന്റ് ജോയി തോമസ് ഇടുക്കി ജില്ലയിലെ ഹോൾസെയിൽ സൊസൈറ്റിയുടെ പ്രതിനിധിയായാണ് എത്തുന്നത്. സഹകരണ വകുപ്പിന്റെയും കൺസ്യൂമർ ഫെഡിന്റെയും ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ടുകളിലും ജോയി തോമസിനെതിരെ ഗുരുതരമായ പരാമർശങ്ങളുണ്ട്. കേസുകൾ വിജിലൻസ് കോടതിയുടെ പരിഗണനയിലിരിക്കെയാണ് ജോയി തോമസ് വീണ്ടും കൺസ്യൂമർ ഫെഡ് ഭരണസമിതിയിലേക്ക് എത്തുന്നത്. ഭക്തിയും മതസൗഹാർദ്ദവും നിറഞ്ഞ അന്തരീക്ഷത്തിൽ എരുമേലിയിൽ ചരിത്ര പ്രസിദ്ധമായ പേട്ടതുള്ളൽ. രാവിലെ അമ്പലപ്പുഴ സംഘവും ഉച്ചയ്ക്ക് ശേഷം ആലങ്ങാട് സംഘവും പേട്ടതുള്ളി. ആകാശത്ത് കൃഷ്ണപ്പരുന്ത് വട്ടമിട്ട് പറന്നതോടെയാണ് അമ്പലപ്പുഴ സംഘത്തിന്റെ പേട്ടതുള്ളൽ തുടങ്ങിയത്. സമൂഹ പിരിയോൻ കളത്തിൽ ചന്ദ്രശേഖരൻ നായരുടെ നേതൃത്വത്തിലായിരുന്നു പേട്ടതുള്ളൽ. ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്ന് പേട്ടതുള്ളിയെത്തിയ അമ്പലപ്പുഴ സംഘത്തിന് എരുമേലി നയനാർപള്ളിയിൽ ജമാഅത്ത് ഭാരവാഹികൾ സ്വീകരണം നൽകി. ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ മതസൗഹാർദ്ദത്തിന്റെ സംഗമം കൂടിയായി നിമിഷങ്ങൾ. വെള്ളിയാഴ്ചയായതിനാൽ സമൂഹ പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് അമ്പലപ്പുഴ സംഘത്തെ വാവരുടെ പ്രതിനിധി അനുഗമിച്ചത്. അമ്പലപ്പുഴ സംഘം പേട്ടതുള്ളൽ ആരംഭിക്കുന്നത് സാധാരണ ശ്രീകൃഷ്ണപ്പരുന്ത് ആകാശത്ത് വട്ടമിട്ട് പറക്കുന്നത് ദർശിച്ചതിന് ശേഷമാണ് അമ്പലപ്പുഴ സംഘം പേട്ടതുള്ളൽ ആരംഭിക്കുന്നത്. പേട്ടതുള്ളൽ ആരംഭിച്ച് അവർ നേരെ എരുമേലി മുസ്ലിം പള്ളിയിലേക്കാണ് പ്രവേശിക്കുന്നത്. 3:30 അയ്യപ്പന്റെ പിതൃസ്ഥാനീയരായ ആലങ്ങാട് സംഘത്തിന്റെ പേട്ടതുള്ളൽ. പെരിയോൻ അമ്പാടത്ത് വിജയകുമാറിന്റെ നേതൃത്വത്തിലാണ് ആലങ്ങാട് സംഘം എത്തിയത്. വാവരുടെ പ്രതിനിധി അമ്പലപ്പുഴ സംഘത്തിനൊപ്പം ശബരിമലയ്ക്ക് പോയെന്നാണ് വിശ്വാസം. അതിനാൽ ആലങ്ങാട് സംഘം വാവരുവള്ളിയിൽ കയറിയില്ല. പേട്ടതുള്ളലിന് ശേഷം അമ്പലപ്പുഴ, ആലപ്പാട് സംഘങ്ങൾ ശബരിമലയിലേക്ക് തിരിച്ചു. ക്യാമറമാൻ ഷിജു ചവറിക്കൊപ്പം ശ്യാം ദേവരാജ്, ന്യൂസ് 18, എരുമേലി.
മുഖ്യമന്ത്രിയെയും ഇടനേതാക്കളെയും അത്താഴ വിരുന്നിലേക്ക് ക്ഷണിച്ചതിനെ ചൊല്ലി മലങ്കര ഓർത്തഡോക്സ് സഭയിൽ ഭിന്നത. സഭാ നേതൃത്വത്തിന്റെ എതിർപ്പ് തള്ളിയാണ് തിരുവനന്തപുരം ഭദ്രാസനാധിപൻ അത്താഴ വിരുന്നിന് ഇടനേതാക്കളെ ക്ഷണിച്ചത്. മുഖ്യമന്ത്രിയും 2 മന്ത്രിമാരും കാനം രാജേന്ദ്രനടക്കമുള്ള നേതാക്കളും വിരുന്നിൽ പങ്കെടുത്തു. തിരുവനന്തപുരം ഭദ്രാസനാധിപൻ സംഘടിപ്പിച്ച അത്താഴ വിരുന്നിലേക്ക് മുഖ്യമന്ത്രിയെയും ഇടതു നേതാക്കളെയും ക്ഷണിച്ചതിനെ ചൊല്ലിയാണ് സഭയ്ക്കുള്ളിൽ തർക്കം. ഓർത്തഡോക്സ് സഭ സർക്കാരിനെതിരെ പ്രമേയം പാസാക്കിയതിന് പിന്നാലെയാണ് വിരുന്നിലേക്ക് ഇടതു നേതാക്കളെയും ക്ഷണിച്ചത്. പിറവം, കട്ടച്ചിറ, കോതമംഗലം പള്ളിത്തർക്കങ്ങളിൽ സുപ്രീംകോടതി വിധി സർക്കാർ നടപ്പാക്കുന്നില്ല എന്നതാണ് എതിർപ്പിന് കാരണം. ചെങ്ങന്നൂരിൽ സഹായിച്ചിട്ടും സർക്കാരിന് കൂറ് യാക്കോബായ സഭയോടാണെന്ന പരാതിയും സഭയ്ക്കുണ്ട്. ചെങ്ങന്നൂരിലടക്കം പരസ്യമായി ഇടത് അനുകൂല നിലപാട് സ്വീകരിച്ച ഗബ്രിയേൽ മാർ ഗ്രിഗോറിയസ് ആണ് തിരുവനന്തപുരം ഭദ്രാസനാധിപൻ. നിലവിലെ സാഹചര്യത്തിൽ വിരുന്ന് ഒഴിവാക്കണമെന്നായിരുന്നു സഭാ നേതൃത്വത്തിന്റെ നിലപാട്. ഏതെങ്കിലും ഹോട്ടലിൽ നടക്കുന്നതായ വിരുന്നുകൊണ്ട് മാറുന്നതല്ല ആ നിലപാട്. വിരുന്നിനെ കുറിച്ച് സഭാതലവൻ കത്തോലിക്ക ബാവ ബെസേലിയസ് പൗലോസ് ദ്വിതീയനുമായി കൂടിയാലോചിച്ച് ഔദ്യോഗിക പ്രതികരണം അറിയിക്കാമെന്നായിരുന്നു സഭാ വക്താവിന്റെ മറുപടി. ആർ കിരൺ ബാബു, ന്യൂസ് 18, തിരുവനന്തപുരം.